നമ്മൾ ലിറ്ററേച്ചർ ഓഫ് ദ 20th ആൻഡ് 21st സെഞ്ചുറിയിലെ ക്ലൈമറ്റ് ഫിക്ഷൻ മൊഡ്യൂൾ 4 തിയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആന്ത്രപ്പസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആന്ത്രപ്പസീൻ എന്ന് പറയുന്നത് ഒരു ജിയോളജിക്കൽ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഇവൻ്റാണ്. അതായത് പീരീഡ് ഇൻ വിച്ച് ഹ്യൂമൻ ആക്ടിവിറ്റി വളരെയധികം ഡോമിനൻ്റ് ആയിട്ട് ക്ലൈമറ്റിനെയും എൻവയോൺമെൻറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആ ഒരു കാലഘട്ടത്തിനെ അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ആന്ത്രപ്പസീൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ടേം സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സ് എർത്തിൻ്റെ സിസ്റ്റത്തിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റുന്നു. അതായത് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇമ്പാക്റ്റിൽ എർത്ത് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മാറുകയാണ് ചെയ്യുന്നത്, എസ്പെഷ്യലി ക്ലൈമറ്റ്. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഇമ്പാക്റ്റ് എന്താണ് എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഈ ജിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് ഇമ്പാക്റ്റ്. പിന്നെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, ഡീഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ അല്ലെങ്കിൽ അർബനൈസേഷൻ, നഗരവൽക്കരണം കൊണ്ടൊക്കെയുള്ള ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ എഫക്റ്റ് എന്താണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ കാർബൺ സൈക്കിൾ അല്ലെങ്കിൽ നൈട്രജൻ സൈക്കിളിലും ഈ പ്ലാസ്റ്റിക് ആൻഡ് അതർ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലിമെൻസും അതൊക്കെ എങ്ങനെ കുന്നുകൂടിയെന്നും അതിൻ്റെയൊക്കെ പിന്നെന്താ പറയുക പൊല്യൂഷനും ഇതെല്ലാമാണ് ആന്ത്രപ്പസീൻ ഇറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആന്ത്രപ്പസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ലോങ് ടേം ഇമ്പാക്റ്റ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ നേച്ചറിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഇൻ വിച്ച് ചില ഗ്യാസസ്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസ് അത് ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നു, പ്രിവെൻറ്റിങ് ഇറ്റ്, അതായത് സ്പേസിലോട്ട് എസ്കേപ്പ് ചെയ്യാതെ അത് ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, ചില ഗ്യാസസ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എർത്തിൻ്റെ ടെമ്പറേച്ചറിനെ ഇത് എന്ത് ചെയ്യാണ്, മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ലൈഫിലോട്ട്, അതായത് നമ്മുടെ ലൈഫ് നിലനിർത്താൻ വേണ്ടി ആ ഒരു ടെമ്പറേച്ചർ കൺഡ്യൂസീവ് ആക്കി മാറ്റുകയാണ് കുറച്ച് ഗ്യാസസ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, വാട്ടർ വേപ്പർ, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് ഫ്ലോറിനേറ്റഡ് ഗ്യാസസ്, ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. സോളാർ റേഡിയേഷൻ, ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ സോളാർ റേഡിയേഷൻ എർത്തിൽ റീച്ച് ചെയ്യുന്നു, അല്ല അത് അബ്സോർബിന് അത് നമ്മുടെ എർത്തിൻ്റെ സർഫസ് അബ്സോർബ് ചെയ്യുന്നു, അങ്ങനെ എർത്ത് ചൂടാവുന്നു. ഈ ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, ദെൻ ഇറ്റ് ഈസ് റേഡിയേറ്റഡ് ബാക്ക് ടുവേർഡ് സ്പേസ്. പക്ഷേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യാണ്, ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് റീ എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്ലാനറ്റിനെ പിന്നെയും വോം ആക്കി മാറ്റിയാണ് ആര് ചെയ്യുന്നത്, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ബേണിംഗ് ഫോസിൽ ഫ്യൂൽസ്, ഡിഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു. അപ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിന് എന്ത് ചെയ്യുകയാണ്, വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു നാച്ചുറൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ മറികടന്ന് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഗ്ലോബൽ വാർമിങ്ങിന് അത് വഴിയൊരുക്കുന്നു. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഈ എർത്തിൻ്റെ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ ഒരു പരിധിക്കപ്പുറം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു പരിധിക്കപ്പുറം കൂടുമ്പോൾ അതാണ് ഗ്ലോബൽ വാർമിങ്ങിന് വഴിയൊരുക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് പാസ്റ്റ് ഡീക്കേഡ് തന്നെ നമ്മുടെ ഏറ്റവും വാർമസ്റ്റ് ആയിട്ട് നമ്മുടെ പ്ലാനറ്റ് മാറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റാണ് പോളാർ ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്തതും ഗ്ലേസിയറൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ക്ലൈമറ്റ് പാറ്റേൺസിലുണ്ടാകുന്ന ഷിഫ്റ്റുകൾ, അതുപോലെ തന്നെ ഹീറ്റ് വേവ്സ് ഉണ്ടാകുന്നുണ്ട്, ഡ്രൗട്ട് ഉണ്ടാകുന്നുണ്ട്, എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഇവൻറ്റ്സ് ഹാപ്പൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഓൾ ദിസ് ബിക്കോസ് ഓഫ് ദി ഗ്ലോബൽ വാർമിംഗ്. എക്കോസിസ്റ്റത്തിലൊരു ഡിസ്ട്രപ്ഷൻ നടക്കുന്നു, ബയോഡൈവേഴ്സിറ്റി നഷ്ടമാവുന്നു, അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ ഫുഡ് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നു, അഗ്രികൾച്ചറിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഹുറിക്കെയിൻസും വൈൽഡ് ഫയറും ഒക്കെ ഹാപ്പൻ ചെയ്യുന്നു. അതായത് ചൂട് കൂടുമ്പോഴാണല്ലോ വൈൽഡ് ഫയറൊക്കെ ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിന്യൂവബിൾ എനർജിയിലോട്ട് പോവുക, അതുപോലെ തന്നെ എഫോറസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ വനം നശീകരണം, എഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ ട്രീസിനെ നമ്മൾ പ്ലാന്റ് ചെയ്ത് വെക്കുക. കാർബൺ ക്യാപ്ചർ ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ്, അതായത് പാരീസ് എഗ്രിമെൻറ്റ് പോലെയുള്ള ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരിക. അടുത്തത് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകൾ ആരൊക്കെയാണ്? ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്. അവരുടെ ഉദ്ദേശം എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യുക, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് കുറേ പോളിസീസും പബ്ലിക് അവയർനെസ്സും സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസൊക്കെ ഇവരാണ് കൊണ്ടുവരുന്നത്.
നോട്ടബിൾ ഫിഗേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് ആരൊക്കെയാണ്? നോട്ടബിൾ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ തൻബർഗ് ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റാണ്. ആൻഡ് അവരുടെ ഇതിൻ്റെ പേരെന്താണ്? ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ മൂവ്മെൻറ്റ് എന്നാണ് ഇവർ കൊണ്ടുവന്ന ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പേര്. അത് യങ് ആയിട്ടുള്ള ആളുകൾ ലീഡ് ചെയ്ത ക്ലൈമറ്റ് ആക്ടിവിസമാണ്. പിന്നെ എക്സ്റ്റിങ്ഷൻ റെബല്യൻ, അതുപോലെ തന്നെ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അവരെന്തിനു വേണ്ടി ക്യാമ്പയിൻസും അവയർനെസ് പ്രോഗ്രാംസും പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ വഴി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പോളിസീസ് കൊണ്ടുവരിക ലോക്കൽ ലെവലിലും നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ തന്നെ മാസ് മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ സ്ട്രൈക്കുകളൊക്കെ കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസിനെയൊക്കെ പ്രഷർ ചെയ്തിട്ട് ക്ലൈമറ്റ് ചേഞ്ചിൽ എന്ത് ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആ ഇമ്പാക്റ്റ് കുറയ്ക്കുക. ഇനി ഡയസ്റ്റോപ്പിയ എന്ന് വെച്ചാൽ എന്താണ്? ഡയസ്റ്റോപ്പിയ എന്ന് വെച്ചാൽ ഒരു ഇമാജിൻഡ് സൊസൈറ്റിയാണ് ഡയസ്റ്റോപ്പിയ എന്ന് പറയുന്നത്. സഫറിങ് അല്ലെങ്കിൽ ഒപ്രഷൻ അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രീം ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെ തടയുക എന്നുള്ളതാണ്. തടയുക എന്നല്ല, അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറാണ് ഡയസ്റ്റോപ്പിക് ആയിട്ടുള്ള ഇതിനകത്ത് കാണാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു ഇമാജിൻഡ് സൊസൈറ്റി, അതിനകത്ത് ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. എസ്പെഷ്യലി ടെക്നോളജിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരിക്കും. ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോണ്ടെക്സ്റ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്യൂച്ചർ വേൾഡ് ആയിരിക്കും. ഹ്യൂമൻ്റെ ഇനാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് കൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ വേൾഡ് നല്ല രീതിയിൽ അഡ്വേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ക്ലൈമറ്റ് ഡയസ്റ്റോപ്പിയ എന്ന് പറഞ്ഞൊരെണ്ണം കൂടിയുണ്ട്. ക്ലൈമറ്റ് ഡയസ്റ്റോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വേൾഡിൽ ഇപ്പോൾ ആ ഒരു സൊസൈറ്റിയെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വേൾഡിനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻസിൽ റിസോഴ്സസ് ഒന്നും ഇല്ലാതെ സൊസൈറ്റി എല്ലാം കൊളാപ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദ റോഡ് ബൈ കോർമാക് മെക്കാർത്തി അല്ലെങ്കിൽ മാഡ് മാക്സ് ഫ്യൂറി റോഡ് ഉണ്ടല്ലോ, അതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനൊരു ക്ലൈമറ്റ് ഡയസ്റ്റോപ്പിയാണ് കാണിക്കുന്നത്. ഇനി ക്ലൈമറ്റ് ഡയസ്റ്റോപ്പിയ നറേറ്റീവ്സ് അല്ലെങ്കിൽ നോവൽസ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വർക്ക് ആണെങ്കിലും അത് നമ്മളെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കോഷണറി ടെയിലായിട്ട് കാണിക്കുന്നതാണ്. അതായത് നമുക്ക് വാർണിംഗ് തരുന്ന രീതിയിലുള്ളതാണ് ഇതെല്ലാം. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഔട്ട്കംസ് ഒന്നും വരാതെ നോക്കണം എന്ന് പറയാതെ പറയുന്നതാണ് ഈ ക്ലൈമറ്റ് ഡയസ്റ്റോപ്പിയൻ നറേറ്റീവ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ എക്കണോമിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഓഫ് ക്ലൈമറ്റ് ഇഷ്യൂസ് അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നെഗറ്റീവായിട്ട് ക്ലൈമറ്റ് ബാധിക്കുക, അതായത് ക്ലൈമറ്റ് മൊത്തത്തിൽ ഡിസ്ട്രപ്റ്റ് ആകുമ്പോൾ അത് സോഷ്യലി, എക്കണോമിക്കലി, കൾച്ചറലി, പൊളിറ്റിക്കലി ഒക്കെ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ ബാധിക്കുന്നതെന്നാണ് ഈ ഇങ്ങനത്തുള്ള ടൈപ്പിലുള്ള ക്ലൈമറ്റ് ഡയസ്റ്റോപ്പിയ നോവൽസ് കാണിക്കുന്നത് അല്ലെങ്കിൽ മൂവീസ് കാണിക്കുന്നത്. അപ്പം ആന്ത്രോപോസീൻ ഇറ എന്താണ് കാണിക്കുന്നത്? ഹ്യൂമൻ ഇമ്പാക്റ്റ് എന്താണ് എർത്തിൻ്റെ സിസ്റ്റത്തിൽ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഇൻഡസ്ട്രിയലായിട്ടും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് ഗ്ലോബൽ വാർമിംഗ് കൂടുന്നുണ്ട്, ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകളും വരുന്നുണ്ട്. പക്ഷേ അവരെന്താ ചെയ്യുന്നത്? ഡയസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിനെയാണ് അവർ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡയസ്റ്റോപ്പിയൻ ലിറ്ററേച്ചറിലൂടെയൊക്കെ അവർ ഇതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഹ്യൂമൻ ബീങ്സ് തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് സസ്റ്റൈനബിലിറ്റിയിലോട്ട് നമ്മൾ പോവുക. അതായത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി ഫ്യൂച്ചർ യൂസിന് വേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ റിസോഴ്സൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതല്ല, ഇറിവേഴ്സിബിൾ ആണ് ഇതെല്ലാം. ഓക്കെ.